ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 38ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പൈശാചികമായ ഉപദ്രവങ്ങൾ പല രീതിയിൽ അനുഭവിച്ചിരുന്ന ഒരു കുടുംബം ഞാനൊരിക്കലും വികാരിയായിരുന്ന ഇടവകയിലുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ കതകിൻ്റെ മേൽ വന്ന് തൊഴിക്കുന്ന ശബ്ദം, ജനാലയ്ക്കിട്ട് ഇടിക്കുന്ന ശബ്ദം, അകാരണമായി വല്ലാത്ത ദുർഗന്ധം വിട്ട് അനുഭവപ്പെടുന്നത്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാരണവുമില്ലാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേടായി പോയിട്ട് ഭക്ഷിക്കാൻ മേലെന്നാകുന്ന അവസ്ഥ, അങ്ങനെ കുറേയേറെ തിന്മയുടെ അടയാളങ്ങൾ ആ വീട്ടുകാർ പറഞ്ഞിരുന്നു. ഞാനത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഏതാനും പ്രാവശ്യം ആ വീട്ടിൽ പോയി ഞാൻ ശ്രദ്ധിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ വെഞ്ചരിക്കുകയും പിതാവിൻ്റെ കൽപ്പന വാങ്ങിച്ച് കൽപ്പന പ്രകാരമുള്ള പ്രത്യേക വെഞ്ചരിപ്പ് നടത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ കുടുംബത്തിൻ്റെ ആ ഭവനത്തിൻ്റെ ഒരു വിടുതലിന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കൽ ആ വീട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെക്കുറിച്ചൊരു സന്ദേശം കിട്ടി. അതനുസരിച്ച് അഭിനന്ദ പിതാവിൻ്റെ അനുവാദം മേടിച്ച് ഞാൻ ആ വീട്ടിൽ ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായത്, സിറ മലബാർ ക്രമത്തിൻ്റെ കുർബാനയിൽ ശബ്ദമുയർത്തി പാടിടുവിൻ എന്നുള്ള ആ ഒരു പ്രാർത്ഥനാ ഭാഗം, പരിശുദ്ധ കീർത്തനം, ആ ഭാഗം വന്ന് മുതൽ കെട്ടിടത്തിൻ്റെ വർക്ക് കെട്ടിടമാണ്. 2ാം നിലയിൽ നിന്നും ഇങ്ങനെ വലിയ ഒരു തടി മുട്ടി, ഭാരമുള്ള മുട്ടി കൊണ്ടിങ്ങനെ തറയ്ക്കിട്ട് ആഞ്ഞ് ഇടിക്കുന്ന ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കാനായിട്ട് തുടങ്ങി. അത് ഞാൻ അല്പം ഒന്ന് ഞടുങ്ങി. എന്താണ് ഈ കാര്യം? പണിക്കാരോ മറ്റ് ജോലിക്കാരോ ആരും ആ വീട്ടിലില്ലെന്ന് എനിക്കറിയാം. ഭാര്യയും ഭർത്താവും ഏതാനും കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന തുടർന്ന് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പൈശാചിക ഇറിറ്റേഷൻ്റെ അടയാളമാണല്ലോ. പല ഭവനങ്ങളിലും അങ്ങനത്തെ അടയാളങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഉറപ്പോടുകൂടെ വിശ്വാസത്തോടെ ആധികാരികതയുടെ വിശുദ്ധ കുർബാന പ്രാർത്ഥന ചൊല്ലി മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അനാഫറയുടെ ആ ഭാഗത്തെ പ്രാർത്ഥന വന്നപ്പോൾ ഈ ശബ്ദം അങ്ങ് നിറച്ചു. പിന്നെ അത് കേട്ടില്ല. പിന്നെ കുർബാന കഴിഞ്ഞപ്പോൾ വീട് വെഞ്ചരിക്കുവാനായിട്ട് പോയപ്പോൾ വിശുദ്ധേലം തളിച്ചുകൊണ്ട് 2ാം നിലയിൽ പോയപ്പോൾ ഞാൻ അവിടെ നോക്കി. അവിടെ മുട്ടിയോ തടിയോ അതിൻ്റെ പൊടി ഇടിച്ചതിൻ്റെ പാടോ അടയാളം ഒന്നുമില്ല. അപ്പോൾ അത് ശരിക്കും പൈശാചികമായ ഒരു ഇറിറ്റേഷൻ്റെ അടയാളമായിരുന്നുള്ളത് എനിക്ക് ഉറപ്പായി. പിന്നീട് നാളുകൾക്ക് ശേഷം ഒരിക്കൽ ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദർശന വരമൊക്കെയുള്ള ഒരു വ്യക്തി ഒരു കടലാസ്, ഒരു കുറിപ്പ് എഴുതി എൻ്റെ കൊണ്ട് തന്നിട്ട് പോയി. അത് തുറന്ന് ഞാൻ വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചു: അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ട് പള്ളിയിൽ അടുത്താറയിൽ കുർബാന അർപ്പിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം ഞാൻ ഒരു ദർശനം കണ്ടച്ച അൾത്താരയുടെ മുകളിൽ, മധുമഹയുടെ മുകളിൽ ഒരു മേഘം ഇറങ്ങി വന്നിട്ട് ആ മേഘത്തിൽ നിന്ന് 2 കരങ്ങൾ ഇങ്ങനെ താഴേക്ക് വന്ന് അച്ഛൻ്റെ ഉയർത്തിയ കരങ്ങളെ തൊടുന്നു. ഇങ്ങനൊരു ദർശനം കണ്ടെന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നെ തന്നിട്ട് പോയി. അത് ലിറ്റർജിക്കലായിട്ട് പറഞ്ഞാൽ ശരിയാണ്. കാരണം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, ഭൂമി സ്വർഗത്തിലേക്ക് ഉയരുന്നു. സ്വർഗവും ഭൂമിയും കണ്ടുമുട്ടുന്ന വേദിയാണ് ബലിപീഠം, മദ്ബഹ, എല്ലാം അതിൻ്റെ സ്വർഗത്തിൻ്റെ പ്രതീകമാണ് നമുക്കറിയാം. അതുകൊണ്ട് ആ ദർശനം ആരാധനാക്രമ ദൈവശാസ്ത്രം അനുസരിച്ച് കറക്റ്റാണ്. ഇത് ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഭവനത്തിന് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പം ഞാൻ ഓർത്തു, ഈ പ്രാർത്ഥനയുടെ സമയത്താണല്ലോ ആ ശബ്ദം അവിടെ ഇല്ലെന്നായി പോയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉൾക്കാഴ്ച വരെ തോന്നിയത്, ആ കുർബാന അർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് സ്വർഗം ആ ഭവനത്തിൻ്റെ മേൽ ആ ബലിയർപ്പണ ഹാളിൽ വേദിയിലേക്ക് വലത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്വർഗത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞപ്പോൾ അവിടെ ഇറിറ്റേഷൻ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കി തിരുമയുടെ അരികൾ വിട്ടുപോയതായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും സെഷനുകളായിട്ട് ഒരു സ്ഥലത്തല്ല ഒരു ഭവനത്തിൽ എന്തെങ്കിലും തിന്മയുടേതായ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥലം അശുദ്ധമായി തീരുന്നു. ആ ഭവനത്തിൽ തിന്മയ്ക്ക് പൈശാചിക അരികൾക്ക് ഒരു സ്വാധീനം, ഒരവകാശം കിട്ടുന്നു. അതിൻ്റേതായ പ്രത്യേക പൈശാചിക സാന്നിധ്യത്തിൻ്റെ ചില പ്രത്യേക അനുഭവങ്ങൾ പല രീതിയിൽ പ്രകടമാകാം ആ കുടുംബത്തിൽ, ആ സ്ഥലത്ത് അല്ലെ ആ ഭവനത്തിൽ വസിക്കുന്നവർക്ക്. അതേക്കുറിച്ച് നമ്മൾ കണ്ടുവരികയായിരുന്നല്ലോ. ഏതാനും സംഭവങ്ങൾ ഞാൻ പങ്കുവെക്കുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലമായിട്ട് തിരുവചനത്തിലും ചില വചന പരാമർശം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു പോയ സെഷനുകളിൽ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3ാമത്തെ അധ്യായത്തിൽ 17ാമത്തെ വാക്യത്തിൽ നീ മൂലം അരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്തത് കൊണ്ട് അതുത്ര ദൈവം പറയുന്നു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായി.
പിന്നീട് നമ്മൾ കാണുകയുണ്ടായി ഏശയ്യാ 24 നിവാസികൾ നിമിത്തം ഭൂമി അശുദ്ധമായി തീർന്നിരിക്കുന്നു, അവർ കൽപ്പന ലംഘിച്ചു, ശാശ്വത ഉടമ്പടിക്ക് ഭംഗം വരുന്നതുകൊണ്ട് ശാപം ഭൂമിയെ വിഴുങ്ങുന്നു, ഭൂവാസികൾ ദഹിച്ചു തീരുന്നു. അങ്ങനത്തെ ഒരു പരാമർശം കാണുകയുണ്ടായി. അപ്പം ഇങ്ങനത്തെ പരാമർശങ്ങൾ നമ്മൾ പഴയ നിയമത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിന്ത വരും, അച്ഛൻ ഇത് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചോണ്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ശരിയാണോ, ആ കാലഘട്ടം കടന്നു പോയില്ലേ, പുതിയ നിയമത്തിൽ ഇതേക്കുറിച്ച് എന്താ അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ തിരുവചനത്തിൽ ജീർണതയുടെ അടിമത്തത്തിൽ അടിപ്പെട്ട് കിടക്കുന്ന സൃഷ്ടി നെടുവീർപ്പിട്ട് നിലവിളിക്കുന്നു, കാത്തിരിക്കുന്നു, ഈറ്റുന്നവും അനുഭവിക്കുന്നു ദൈവമക്കൾ വെളിപ്പെടാൻ വേണ്ടിയിട്ട് എന്ന് പൗരസ്ത്യൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പങ്കുവെക്കുന്ന വചനഭാഗം കാണാൻ സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം 19-ാം തിരുവചനം. അപ്പം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിലാണ്. ഇതേക്കുറിച്ച് നമ്മളൊരു വ്യാഖ്യാനം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 400-ാമത്തെ ഖണ്ഡികയിൽ കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ പാപത്തിൻ്റെ ഫലമായി, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ അപചയങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ പ്രസാദപരാവസ്ഥ നഷ്ടപ്പെട്ടു, പരസ്പര ബന്ധത്തിൻ്റെ ഐക്യം നഷ്ടപ്പെട്ടു, ദൈവത്തോടുള്ള ബന്ധം വികലമായിട്ട് ദൈവത്തെ ഭയപ്പെടാൻ തുടങ്ങി, മനുഷ്യ ബന്ധങ്ങൾ പരസ്പരം അകൽച്ചയുടേതായ ആധിപത്യ പ്രവണത കയറി, അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ 400-ാമത്തെ ഖണ്ഡികയിൽ ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഈ സൃഷ്ടപ്രപഞ്ചമാകെ ജീർണതയുടെ അടിമത്തത്തിലായി. അവിടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ജീർണതയുടെ അടിമത്തം പറഞ്ഞിട്ട് റെഫറൻസ് കൊടുത്തിരിക്കുന്നത് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 19-ാം തിരുവചനമാണ്. അപ്പോൾ ജീർണതയുടെ അടിമത്തം ഈ പ്രപഞ്ചത്തിന് വന്നു ആദ്യ മാതാപിതാക്കളുടെ ഒറ്റ പാപത്തിൻ്റെ ഫലമായിട്ട് തന്നെ എന്നുള്ള നമ്മൾ കണ്ടതായ ഉൽപ്പത്തി 3:17 പിന്നെ നമ്മൾ ആഴപ്പെട്ട് കണ്ട ഏശയ്യാ 24, 4, 5, 6 വാക്യങ്ങളും അടിവരയിട്ടുകൊണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ റോമാലേഖനത്തിൻ്റെ 8-ന്റെ ഈ പറഞ്ഞ 19-ാം വാക്യത്തിൽ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ദൈവമക്കൾ? ദൈവത്തോട് ചേർന്ന് ദൈവിക ചൈതന്യം നിറഞ്ഞ് ദൈവപിതാവിനോട് അനുരൂപരാകെ ജീവിക്കാൻ നോക്കുന്ന വ്യക്തികൾ, അതാണല്ലോ ദൈവമക്കൾ. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവർ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദ്യ വാക്യങ്ങൾ വായിച്ചു വരുമ്പം ഈശോ സ്വന്തപ്പെട്ട മക്കളിലേക്ക് വന്നു, സ്വീകരണം സ്വീകരിച്ചില്ല, സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവന് കഴിവ് നൽകി. അപ്പോൾ ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ വചനം പാലിച്ച് ഈശോയുടെ സുവിശേഷം മനുഷ്യ ജീവിതം പാപത്തിൽ നിന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ സ്വർഗസ്ഥനായ പിതാവിന് മക്കളായിട്ട് തീരുന്നു. അങ്ങനെ ദൈവമക്കളായി ഭവിക്കുന്ന വ്യക്തികൾ ദൈവത്തിന് നിരന്തരം ആരാധന അർപ്പിക്കുന്നവരായിട്ട് ഭവിക്കുകയാണ്. ഈശോ ദേവാലയം ശുദ്ധീകരിക്കുന്ന രംഗം മത്തായി സുവിശേഷം രേഖപ്പെടുത്തുമ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ 12 തിരുവചനങ്ങളിൽ ദേവാലയത്തിലെത്തി ഈശോ ദേവാലയം ശുദ്ധീകരിച്ചു, കച്ചവടക്കാരെല്ലാം ദൂരീകരിച്ചു. പിന്നീട് ജനക്കൂട്ടത്തിൽപ്പെട്ടവർ, സൗഖ്യം കിട്ടിയവർ, ബാലകർ പ്രത്യേകിച്ചും ദേവാലയത്തിലെത്തി ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. പുരോഹിതരിങ്ങനെ ഈശോയെ ശാസിച്ചുകൊണ്ട് നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിനെ തടഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ്, പുരോഹിതൻ തടഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ്, ഇല്ല ഇവർ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് സങ്കീർത്തനം 8 ഈശോ ഉദ്ധരിക്കുകയാണ് 2-ാമത്തെ വാക്യം. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ അതിരുകൾ നീ സ്തുതി ഒരുക്കി നിങ്ങൾ വായിച്ചിട്ടില്ലേ? നമ്മൾ സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും മധുരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അപ്പം ശിശുക്കളുടെയും മുല കുടിക്കുന്ന അതിനെ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. എന്നിട്ട് അവിടെ ഒരു റെഫറൻസ് കൊടുത്തിരിക്കുകയാണ്, ഫുട്നോട്ട് POC ബൈബിളിലെ പ്രസാധകർ. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, കോട്ട കെട്ടി എന്നുള്ളതിന് സ്തുതി സജ്ജമാക്കി എന്നും ഗ്രീക്ക് മൂലമുണ്ട്. അപ്പം സ്തുതി സജ്ജമാക്കി എന്നാണ് ഈശോ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ വചനം ഉദ്ധരിക്കുമ്പോൾ കോട്ട കെട്ടി എന്നും അർത്ഥമുണ്ട്. കോട്ട ആർക്കെതിരെ? ശത്രുക്കളെയും രക്തദാഹികളെ നിശബ്ദരാക്കാൻ. അപ്പോൾ ഒരു ഭവനത്തിലോ ഒരു സ്ഥലത്തോ ഏതെങ്കിലും വ്യക്തികൾ, നിവാസികൾ വഴി അവർ പ്രവർത്തിച്ച തിന്മയുടെ പ്രവൃത്തികൾ വഴി പതിഞ്ഞു പോയ തിന്മയുടെ പൈശാചിക സാന്നിധ്യങ്ങൾ, അവയുടെ സ്വാധീനങ്ങൾ, അവയെ ദൂരീകരിക്കുവാനായിട്ട് ദൈവമക്കൾ വെളിപ്പെടണം എന്ന് റോമാലേഖനത്തിൻ്റെ 8:19 പറയുമ്പം ദൈവമക്കൾ വെളിപ്പെടാൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് സൂചനയാണ് ഈ ശിശുക്കൾ ദേവാലയത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്ന ഈ വചനം.
അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ജെറുസലേം ദേവാലയത്തെ പ്രാർത്ഥനാലയമാക്കി മാറ്റി കുഞ്ഞുങ്ങൾ സ്തുതിച്ച പൈസ പറയുന്നത് അതാണല്ലോ. അങ്ങനെ ഏതൊരു ഭവനത്തെ ഒരു വ്യക്തി, കുടുംബത്തിലെ നിവാസികൾ അല്ലെങ്കിൽ വീട്ടിലെ അംഗങ്ങൾ അതിനെ പ്രാർത്ഥനാലയമാക്കി ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് മാറ്റുന്നുവോ, അവിടെ ശത്രുക്കളെ, രക്തദാഹികളെ, നമുക്കറിയാം അവയെല്ലാം പൈസ അരുവിടാം, അവയെല്ലാം നിശബ്ദരാക്കി നിസ്സഹായരാക്കുന്ന അനുഭവമാണ്. ഈശോ പറയുന്നില്ലേ, പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ വർഗം പുറത്തു പോവുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തിന്മ പതിഞ്ഞിരിക്കുന്നതായ നമ്മുടെ ഭവനങ്ങളെയും സാഹചര്യങ്ങളെയും സ്ഥലങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കാനുള്ള മാർഗം പ്രാർത്ഥനയിൽ ആഴപ്പെടുക. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടുള്ള സാന്നിധ്യം, പ്രാർത്ഥന അതിമനോഹരമാണ്. അതുമാത്രമല്ല, ദൈവത്തെ സ്തുതിച്ചും സ്തുതിപ്പിൻ്റെതായ പ്രാർത്ഥനകൾ, മറ്റ് പ്രാർത്ഥനകൾ ചൊല്ലി ദൈവത്തോട് ചേർന്ന് നമ്മൾ നീക്കുമ്പോൾ അവിടെയുള്ള തിരുമൽ സാന്നിധ്യങ്ങൾ വിട്ടുമാറുന്നു എന്നുള്ളതാണ് മനോഹരമായ പാഠം. നമുക്ക് വീണ്ടും അതേക്കുറിച്ച് ഒരു സെഷനിൽ ആഴപ്പെട്ട് ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ, സഹവാസ, സഹായ, സംരക്ഷണവും നാം ഓരോരുത്തരോടും കൂടെ, നമ്മുടെ എല്ലാ ഭവനങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.